സാധാരണ എല്ലാവരും അവലോസിട്ട് ഉണ്ടാക്കണതേ പച്ചരി പൊടിപ്പിച്ചിട്ടോ അരിപ്പൊടി വെച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. ഈ കുട്ടികളുള്ള വീടുകളിലെ നേഴ്സറി കിട്ടുന്ന ഒരു സാധനമാണ് അമൃതം പൊടി. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് അവലോസിട്ട് ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മുടെ കടയിൽ പണിക്കന്നെ ചേച്ചി കൊണ്ടുവന്നിട്ട് അമൃതം പൊടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്ന ഒരു പാക്കറ്റ് കൊണ്ടുവന്നരുമെന്ന് വെച്ചാൽ അങ്ങനെ 2 പാക്കറ്റ് എനിക്ക് കൊണ്ടുവന്നിട്ടാ. ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരില്ലേ, ഇങ്ങനെ കുട്ടികളുള്ള വീടുകളിൽ നേഴ്സറിലൊക്കെ പോകൂലേ, അവരുടെ വീടുകളൊക്കെ ഉണ്ടാകും. ചോദിച്ചാൽ മതി, അവർ തരും. കാണുമെന്ന് വെച്ചാൽ വല്ല ചാക്കിലോ ബക്കറ്റിലൊക്കെ ആക്കി മൂലക്കകത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കണായിരിക്കും സാധനേ. നമ്മ ഇതിലേക്ക് കുറച്ച് തേങ്ങയോ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ ഒന്നെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കണ്ടിട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്നറിയാം, ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി നനച്ചെടുക്കണ്ട്. ഈ ഒരു പൊടി വെച്ചിട്ട് എല്ലാവരും അട ഉണ്ടാക്കും, പിന്നെ കുറുക്കി കഴിക്കും, പിന്നെ അപ്പം ഉണ്ടാക്കും, കേക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണം. ആരും ഇന്ന് വരെ അവലോസുര ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. അപ്പതേ നമ്മളുടെ പൊടി നനഞ്ഞത് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ടെങ്കിൽ നനവ് കറക്റ്റായി എന്നാണ് അർത്ഥോട്ടാ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉരുളി ചൂടായാലേക്ക് ഇതിട്ട് കൊടുക്കാം. നേരത്തേക്ക് എനിക്ക് അമൃതം പൊടി കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, പാത്രത്തിൽ ഇട്ടിട്ടില്ലേ സ്പൂണും കൊണ്ട് കോരി കഴിക്കുമായിരുന്നു പച്ചക്ക്. അപ്പം ഒന്നും എനിക്ക് കുഴപ്പമുണ്ടാകുന്നില്ല. മിനിയാന്ന് ചേച്ചി കൊണ്ടുവന്നപ്പില്ല ഞാൻ എന്ത് ചെയ്ത് അതേപോലെ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വയറിന് പിടിച്ചില്ല കേട്ടാ. അപ്പം ഞാനോർത്ത് എന്തിനാ ഇങ്ങനെ പച്ചക്ക് കഴിക്കണം, നമുക്കിങ്ങനെ അവലോസൊടിയായിട്ട് വറുത്തിട്ട് വെക്കണമെങ്കിൽ നമുക്ക് കുറേശ്ശെ ചായക്ക് എടുത്ത് കൂട്ടാലോ എന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് ഇത്. നമ്മുടെ അവലോസോടി ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ എള്ളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് ഉണക്കമുന്തിരി ഇവിടെ ഇരുന്ന് വെച്ചാൽ അതും കൂടി അതിലോട്ട് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഈ അമൃതം പൊടി വെച്ച് ഉണ്ടാക്കണമെങ്കിലേ നമുക്ക് അപ്പം കഴിക്കാനേ പറ്റുള്ളൂ, അടയാലും അപ്പം പുട്ടൊക്കെ. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലിട്ട് അടച്ചുകൂടി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചായ കൂട്ടാലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പം നമ്മുടെ ഈ ഒരു അവലോസുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.